കപ്പയും മത്തിയും കൂടെയുള്ള കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റിയ ഒരു വീഡിയോ ആണിത്. ഇപ്പോഴത്തെ മത്തിക്ക് പലിങ്ങീനുണ്ട്. മത്തി മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ചെതുമ്പലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു മസാല വേണം. ഒരു പിടി കാന്താരി, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പിലയും കല്ലുപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കല്ലിൽ വെച്ച് അരച്ച പേസ്റ്റാണിത്. ഇത് നന്നായിട്ട് നമ്മുടെ മത്തിയിലേക്ക് തേച്ച് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഈ സമയത്ത് കറക്റ്റ് ആക്കണം. കാരണം ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ നമ്മളിത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ശരിയാകത്തുള്ളൂ. പിന്നെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വാഴയില വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഓരോ മത്തി നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ മത്തി വേവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് പണ്ട് ആൾക്കാർ ചെയ്ത് കഴിക്കുന്ന ഒരു ഡിഷാണിത് കേട്ടോ. ഇത് എൻ്റെ അമ്മയുടെ ഏറ്റവും ടേസ്റ്റായിട്ടും അമ്മ ഉണ്ടാക്കുന്നതും അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവമാണിത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. പിന്നെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഒരു ഇലയും കൂടെ വെച്ച് ഒരു ചട്ടി കൊണ്ട് ഇത് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് നന്നായിട്ട് വേകണം. അപ്പോൾ ഈ മത്തിയുടെ ജ്യൂസെല്ലാം ഇങ്ങനെ ഇറങ്ങി എന്തോ ടേസ്റ്റ് ആയിരിക്കും എന്നറിയാമോ. പിന്നെ ഇതിനകത്തേക്ക് വേണ്ട എന്താണ്, കപ്പയാണ്. കപ്പയില്ലാതെ മറ്റൊരു പരിപാടി ഇല്ലല്ലോ. അപ്പോൾ കപ്പ എടുക്കുക, നീളത്തിൽ അരിയുക. ഒരുപാട് കനത്തിൽ അരിയരുത്, നീളത്തിൽ കനം കുറച്ച് അരിയുക. എന്നിട്ട് തുറന്ന് വെച്ച് വേണം കപ്പ വേവിച്ചെടുക്കാൻ. കപ്പ അപ്പോൾ കുറച്ച് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചൊന്ന് വെന്ത് പോകണം. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇതെല്ലാം അമ്മയാണ് ചെയ്യുന്നത്. കാരണം അമ്മയുടെ ഒരു ഡിഷാണിത്. ഞാൻ ചെയ്തത് ഇത് ശരിയാവത്തില്ല. അപ്പോൾ നമുക്ക് ചട്ടി മാറ്റി നോക്കാം നമ്മുടെ മത്തിയൊക്കെ എങ്ങനെയായെന്ന്. അപ്പം മത്തി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കത്തേ ഇല്ല കേട്ടോ. ആ ഒരു അരപ്പിനകത്തുള്ള വെള്ളമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കപ്പ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തുറന്നു വെച്ചിട്ട് വേവിക്കാം. കുക്കറെ വെച്ച് അടച്ച് വേവിക്കരുത്. കാരണം ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് പോകും. അപ്പോൾ തുറന്നു വെക്കുമ്പോൾ നമുക്കറിയാമല്ലോ ആ വേവിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ നമ്മുടെ കപ്പതി വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ എന്തായെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചട്ടി മാറ്റി നോക്കാം. മീൻ എന്തായെന്ന് നോക്കാം. ഈ സമയത്തുണ്ടല്ലോ ഈ കറിവേപ്പിലയുടെയും ആ കാന്താരിയുടെയും കുരുമുളകിൻ്റെയും കൂടെ ഒരു മണം വരും. അപാര ടേസ്റ്റാണിത് കേട്ടോ. കാരണം ഇതിനകത്ത് തുള്ളി പോലും ഓയിലില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അതിൻ്റെ ഈ വെന്ത കപ്പ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കുടഞ്ഞ് ഇത് മിക്സ് ചെയ്യണം. കാരണം ഈ മത്തിയിലുള്ള അരപ്പെല്ലാം ഈ നമ്മുടെ കപ്പയിൽ പിടിക്കണം. അപ്പോൾ കപ്പ വേവിക്കും ഉപ്പിട്ടൊക്കെ നന്നായിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ കപ്പയുടെ ഉപ്പും ഈ മീനിൻ്റെ ഉപ്പും കൂടെ കറക്റ്റായിട്ട് വരണം. എന്നിട്ടൊന്ന് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ഈ സമയത്ത് ഇത് ചെയ്ത് നോക്കിക്കോ. കാരണം ഇതിൻ്റെ വയറൊന്നും കട്ട് ചെയ്ത് കളയത്തില്ല. ഇതിൻ്റെ വയറ്റിനകത്ത് നിറച്ചും പലിങ്ങീനാണ്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. സന്ധ്യ സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇത് കഴിച്ചിട്ട് എൻ്റെ മോൻ എന്താ പറയുന്നത് നോക്കുമോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കാണുമ്പം തന്നെ അറിയാം പണ്ടുള്ളവർക്ക് ഈ ഒരു രുചി ഉറപ്പായിട്ട് ഓർമ്മ കാണും. സൂപ്പറാണിത്.